യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതം എന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതം എന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വർഷം സഭയെ കർത്താവ് അടുത്ത അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന ദിവസങ്ങളാകുന്നു. സഭ സ്ട്രഗിൾ ചെയ്തിടത്തു നിന്നും, ദൈവജനം സ്ട്രഗിൾ ചെയ്തിടത്തു നിന്നും കർത്താവ് അടുത്ത മഹത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. കർത്താവ് നിങ്ങളെ അടുത്ത നിലവാരത്തിലേക്ക് ഉയർത്തട്ടെ. ആത്മീയവും ഭൗതികവുമായ അടുത്ത അനുഭവങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുപോകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. എനിക്കൊരു ദൂത് പറയാനുണ്ടോ? മിസ്രയീമിലെ രഥങ്ങൾ സഭയുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം. മിസ്രയീമിലെ രഥങ്ങൾ സഭയുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം. മിസ്രയീമിലെ രഥങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിലേക്ക് വരാൻ പോകുന്നു. മിസ്രയീമിലെ രഥങ്ങൾ നിന്റെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നു. മിസ്രയീമിലെ രഥങ്ങൾ നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നു. This is my season. This is my time. ഇത് എന്റെ സമയമാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ടോ? രഥം കണ്ടിട്ടാണോ റിവൈവ്, അതോ രഥം കാണുന്നേക്ക് മുമ്പാണോ? സ്വർഗ്ഗം എന്നോട് പറഞ്ഞതോ, ഞാൻ ചിലരുടെ മുമ്പിൽ മിസ്രയീമിലെ രഥങ്ങൾ കൊണ്ടുവന്നിട്ട് അവനെ ഉണർത്താൻ പോവാ. സഭയ്ക്കകത്തേക്ക് രഥങ്ങൾ വരുന്നു. മിസ്രയീമിലെ മഹത്വം വരുന്നു, ധനം വരുന്നു, ദൈവ മഹത്വം വരുന്നു, ഗ്ലോറി വരുന്നു. നീ അത് കാണാൻ പോകുന്നു. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയട്ടെ, എന്നിട്ട് നിർത്താം. സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കൂ. യേശുവിന്റെ ക്രൂശിലെ മരണം മാനസാന്തരത്തിലൂടെ ഒരു ഉണർവിനെ കൊണ്ടുവരും. യേശുവിന്റെ ഉയർപ്പ് ദൈവശക്തിയെ പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ ഉണർവിനെ കൊണ്ടുവരും. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് ഒന്നുകൂടെ ഉണ്ട്. അവൻ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്നത് കണ്ടുകൊണ്ട് വേറൊരു ഉണർവ് കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ക്രൂശിലെ മരണം മാത്രമല്ല, ക്രൂശിലെ മരണം മാത്രമല്ല, ക്രൂശിലെ മരണം മാത്രമല്ല, ക്രൂശിലെ മരണം മാത്രമല്ല, ഉയർപ്പ് മാത്രമല്ല, വാഴുന്നവനെ കണ്ടുകൊണ്ടൊരു ഉണർവ് വരാൻ പോകുന്നു. ദൈവത്തിന്റെ മഹത്വം അവന്റെ വാഴ്ചയിലാ വെളിപ്പെടുന്നേ. ഞാൻ സഭയോടൊരു ദൂത് പറയുക. ക്രൂശിലെ ഉണർവിനായി സ്തോത്രം, ഉയർപ്പിന്റെ ഉണർവിനായി സ്തോത്രം. പക്ഷെ ഇനിയുള്ള ഉണർവ് അതല്ല, വാഴ്ചയുടെ ഉണർവാ. സിംഹാസനത്തിൽ ഭരിക്കുന്നവന്റെ ഒരു ഉണർവാ നമ്മൾ കാണാൻ പോകുകയാ. ആരാണത് കാണുന്നത്? ആരാ കാണുന്നെന്ന് ഞാൻ പറയാം.
ആരാണ് പ്രസൻസിനെ സ്നേഹിക്കുന്നവർ, സാന്നിധ്യത്തെ സ്നേഹിക്കുന്നവർ, അവരത് കാണാൻ പോകുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ബൈബിൾ വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവന്റെ സാന്നിധ്യത്തെ സ്നേഹിച്ചവരെല്ലാം ഗ്ലോറിയെ കണ്ടവരാ. ഒന്നും കൂടെ ഞാൻ ആ വാചകം പറയാം. അവന്റെ സാന്നിധ്യത്തെ സ്നേഹിച്ചവരെല്ലാം ഗ്ലോറിയെ കണ്ടവരാ. നീയും ഞാനും ഗ്ലോറിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന എന്നാന്നറിയോ? നിന്റെ വിചാരങ്ങളും നിന്റെ ശുശ്രൂഷയുടെ കുഴച്ചിലും വീട്ടിലെ പണിയും ബിസിനസ്സും മറ്റു ചില കുഴച്ചിലുകളും അതാണ് നിന്റെ സാന്നിധ്യത്തിൽ നിന്നെ അകറ്റിയത്. സാന്നിധ്യത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നീ ഗ്ലോറിക്കകത്തേക്ക് കയറാൻ തുടങ്ങും. ആ ഗ്ലോറിക്കകത്ത് രഥങ്ങളുണ്ട്. ആ ഗ്ലോറിക്കകത്ത് ആ സകലതും വ്യാപരിക്കുന്നതാണ് ആ ഗ്ലോറി. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കുക, ആമേൻ പറ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. അടുത്തിരിക്കുന്ന ആളിനോട് പറ, സാന്നിധ്യത്തെ സ്നേഹിക്കുന്നവരാകാം. ശുശ്രൂഷയുടെ കുഴച്ചിലുകൾ കളയാം. ശുശ്രൂഷയുടെ കുഴച്ചിലുകൾ കളയാം. ആകുലതകൾ കളയാം. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ ചിന്തകളും കളയാം. എന്റെ പ്രയോറിറ്റി സാന്നിധ്യമാക്കാം. എന്റെ പ്രയോറിറ്റി സാന്നിധ്യമാകാം. ആരുടെയെങ്കിലും പ്രയോറിറ്റി സാന്നിധ്യമാണെങ്കിൽ ഈ വർഷത്തെ ദൂത് ശ്രദ്ധിച്ചോ, രഥങ്ങളുടെ സീസണാണ്, ചൈതന്യത്തിന്റെ സീസണാണ്, ഗ്ലോറിയുടെ സീസണാണ്. ഞാൻ ഒരു നാളും ഒരു പ്രസംഗവും ഒരു ക്ലോസ് പറഞ്ഞ് പ്രസംഗിക്കാറില്ല. പക്ഷെ ഈ ആഴ്ചയിൽ ഞാൻ പ്രസംഗിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. സ്വർഗ്ഗനോട് പറഞ്ഞു, മറിയമാർ എഴുന്നേൽക്കുന്ന സമയമാണ്. ആരാണ് മറിയയിലേക്ക് വരുന്നത്? അവരെയാണ് ദൈവത്തിന് അടുത്ത പടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. കുഴച്ചിലുകളെ കളയാം. നിന്നെ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുന്ന സകലതിനെയും കൊടഞ്ഞു കളയാം. നിന്നെ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുന്ന സകല ശുശ്രൂഷയും മാറ്റിവെക്കാം. എന്റെ ഹൃദയത്തിൽ നിന്നൊരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങളുടെ മനസ്സാക്ഷിയോട് നീ ചോദിച്ചേ, നിങ്ങളുടെ ശുശ്രൂഷ ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള പ്രയോറിറ്റി ഉള്ളതാണോ? നിങ്ങളുടെ പ്രയോറിറ്റി മറ്റെന്തിലേക്കോ തിരിഞ്ഞു പോയിട്ടില്ലേ? നിങ്ങളുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും മറ്റേതിലേക്കെങ്കിലും വഴിമാറിപ്പോയിട്ടുണ്ടോ? മാർത്തയെ പോലെ നിങ്ങളാണ് സ്വീകരിച്ചതെങ്കിലും നിങ്ങൾ അവന്റെ കൂടെ ഉണ്ടോ? ആ സാന്നിധ്യത്തോടു കൂടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്? നമുക്ക് മറിയ എടുത്ത നല്ല അംശം തിരഞ്ഞെടുക്കാം, അവനോട് കൂടിയിരിക്കാം. ഈ വർഷം ആരംഭിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കാം, ഞാൻ പ്രസൻസിനോട് കൂടെ സമയം ചെലവഴിക്കും. കഴിഞ്ഞ ദിവസം എന്നോട് ജോസഫ് സാറ് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, നമ്മുടെ വൈകുന്നേരം 9:30 മുതൽ 11 മണി വരെയുള്ള പ്രാർത്ഥനയ്ക്ക് 200-250 പേര് കൂടിയിരുന്നതാ എല്ലാ ദിവസവും. 1.5 മണിക്കൂർ പ്രാർത്ഥിക്കുന്നതിന് ഒരു ശീലം കൊണ്ടുവരാൻ വേണ്ടി ഞാൻ തുടങ്ങിയതാ. ഇപ്പോ ബ്രദറെ അത് കുറഞ്ഞ് എണ്ണം കുറഞ്ഞ് താഴെ വന്നു.
നിങ്ങൾ എപ്പോഴാണോ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് പുറകെ വരുന്നത്, നിങ്ങളുടെ പ്രയോറിറ്റി എവിടെയോ മാറിപ്പോയിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഞാൻ നല്ല വേഷം ഇട്ടിട്ടാ വന്ന് നിൽക്കുന്നേ. ഈ ന്യൂ ഇയറിന് വേഷം വാങ്ങാൻ പോയതിന്റെ സമയം കർത്താവിനോട് കൂടി ഇരിക്കാൻ കൊടുത്തിട്ടുണ്ടോ? എന്റെ ഭാര്യയും ഞാനും നല്ല മാച്ച് ആയിരിക്കണമെന്ന് ചിന്തിച്ചാ വന്നേ. പക്ഷേ ആ മാച്ചിങ്ങിനാകാൻ വേണ്ടി ശ്രമിച്ച സമയത്തിന് പോലെ, ആ സമയം പോലെ കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? എന്റെ ഇമ്പോർട്ടൻസ് എവിടെയാ? ഞാനൊരു ന്യൂ ഇയർ മീറ്റിങ്ങിനും ഇങ്ങനെ ചോദിച്ചിട്ടില്ല, എനിക്കങ്ങനെ മനസ്സ് വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഈ ന്യൂ ഇയറിന് ചോദിക്കാൻ തോന്നിയത്, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എവിടെയെന്നും ആ ഇമ്പോർട്ടൻസിൽ നിന്ന് തിരിച്ചു വരുന്നവർ അടുത്ത നിലവാരത്തിലേക്ക് ഉയരുകയാണെന്നും നിങ്ങളോട് എനിക്ക് ദൂത് പറയാനുണ്ട്. കാരണം മിസ്രൈമിലെ ധനം വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ കേട്ടില്ല ഞാൻ പറഞ്ഞതാ? മിസ്രൈമിലെ രഥങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കാവോ? 2019 അല്ലെ 2020 ഫെബ്രുവരി ഞാൻ 2027 വരെ സംഭവിക്കാൻ പോകുന്ന ഒരു മെസ്സേജ് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2020 എവിടെയോ വലിയ പ്രശ്നം വരുന്നതും ക്ഷാമം വരുന്നതും എന്തൊക്കെയോ വലിയ അനർത്ഥങ്ങൾ വരുന്നതും കാണാം. കൊറോണയാണെന്നൊന്നും അറിയത്തില്ല. അത് 2027 വരെ നിലനിൽക്കുന്നു ഞാൻ പറഞ്ഞു. പക്ഷെ അതിനോടൊപ്പം ഒരു ദൂത് പറഞ്ഞു, ആ സമയത്തിൽ ദൈവമക്കൾക്ക് ഇന്നത് സംഭവിക്കും. ഞാൻ ഇന്നലകളിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, ജോണേ, അന്ന് നീ പറഞ്ഞു നിന്റെ കുഞ്ഞുങ്ങൾക്ക്, നിന്റെ അപ്പന്, നിന്റെ ഭാര്യയ്ക്ക് മിസ്രൈമിൽ നിന്ന് ജോസഫ് രഥങ്ങൾ കൊടുത്തയച്ചു വന്നു. ആ സീസൺ വളരെ അടുക്കലാണ്. 2-3 വർഷം 2027 ഒരു 3 കൊല്ലേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറയാം, പ്രസൻസിനെ സ്നേഹിക്കുന്നവർ ആദ്യം മഹത്വമായി ചിലതിനെ കാണാൻ പോകുന്നു. അവരുടെ കൈകളിലേക്ക് ദൈവം സഭയെ ഏൽപ്പിക്കാൻ പോകുന്നു. 2-3 പേരുടെ അടുക്കൽ ചെന്നിട്ട് പറ, പ്രസൻസിനെ സ്നേഹിക്കുന്നവരുടെ കൈകളിലേക്ക് സഭയെ ദൈവം ഏൽപ്പിക്കാൻ പോകുന്നു. പ്രസൻസിനെ സ്നേഹിക്കുന്നവരുടെ കൈകളിലേക്ക് ദൈവ സഭകളെ ഏൽപ്പിക്കാൻ പോകുന്നു. ഞാനൊരു ദൂത് പറയട്ടെ, ശുശ്രൂഷയെ സ്നേഹിക്കുന്നവരെ അല്ല, രോഗശാന്തി ശുശ്രൂഷയോ ഭൂതശാന്തി ശുശ്രൂഷയോ പ്രസംഗത്തെയോ അല്ല, പ്രസൻസിനെ സ്നേഹിക്കുന്നവരുടെ കയ്യിലേക്ക് സഭയെ ദൈവം ഏൽപ്പിക്കാൻ പോകുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം, ശുശ്രൂഷകളല്ല, സാന്നിധ്യത്തെ സ്നേഹിക്കുന്നവർ. എന്റെ മെസ്സേജ് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. എന്റെ മെസ്സേജിന്റെ ഹെഡിങ് ഞാൻ പറഞ്ഞു, ഡിവൈൻ പ്രസൻസ് ആൻഡ് പീസ്. രണ്ടും പറയാനുണ്ട്. 2-4 ആഴ്ചകൾ കൊണ്ടേ ഇത് തീരത്തുള്ളൂ, അല്ലെങ്കിൽ 5-6 ആഴ്ച കൊണ്ടേ തീരത്തുള്ളൂ. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അതിന് ഇടയിൽ ചിലർ അടുത്ത നിലവാരത്തിലേക്ക് കയറും, അടുത്ത നിലവാരത്തിലേക്ക് പ്രവേശിക്കും, അടുത്തൊരു ഇമ്പാർട്ടേഷനിലേക്ക് വരും. അവർ ഇന്ന് വരെ അനുഭവിക്കാത്ത സമാധാനം അനുഭവിക്കും, ഇതുവരെ അനുഭവിക്കാത്ത ഒന്നിലേക്ക് അവർ പ്രവേശിക്കും. This is our season. പ്രിയ കർത്താവേ, ഇന്ന് ഈ പകൽ എന്നെ കേൾക്കുന്നവരിൽ ആരൊക്കെയാണോ പ്രസൻസിനെ സ്നേഹിക്കുന്നവർ? ഒരിക്കൽ സോളി എന്നോട് പറഞ്ഞു, ഈ വീട്ടിലെ, ഞങ്ങളുടെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വലിയ വീട്. ആ വീട് തൂത്തു വറക്കണമെങ്കിൽ സമയം വേണം. അവൾ എന്നോട് പറഞ്ഞു, ഈ വീടൊന്ന് അടിച്ചു വാരണമെങ്കിൽ സമയമുണ്ട്, വീട്ടിൽ വേലക്കാരില്ലെന്ന്. ഞാൻ പറഞ്ഞു, അതും പ്രാർത്ഥനയുമായിട്ട് എന്താ ബന്ധം? ഇതൊന്ന് തീർന്നിട്ട് വേണ്ട എനിക്ക് പ്രാർത്ഥിക്കാൻ. ഞാൻ അവളോട് പറഞ്ഞു, അവിടെ ചപ്പ് കൂടി കിടക്കട്ടെ സോളി, ആരെങ്കിലും വന്ന് കണ്ടാലെന്ന് പറയും. ഞാൻ പറഞ്ഞു, പ്രയോറിറ്റി അതിനല്ല, ആ കൂടിക്കിടക്കുന്ന ചവറിന്റെ നടുവിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നതിനാ പ്രയോറിറ്റി. നീ അങ്ങനെ ചെയ്യാമെങ്കിൽ നിന്റെ വീട് വൃത്തിയാക്കാനായി ആളുകൾ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ?
എന്നോട് അവൾ ചോദിക്കാറുണ്ടോ, ഉച്ചയ്ക്ക് വരാൻ നേരത്ത് എന്തെങ്കിലും കഴിക്കാൻ തരണ്ടേ? എനിക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഇഷ്ടം, ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് വീട്ടിലെ ചമ്മന്തിയും മീൻകറിയും മോരൊക്കെയാ ഇഷ്ടം. പുറത്ത് കഴിച്ചിട്ട് മടുത്തു, അതുകൊണ്ടാണ്. അപ്പൊ സോളിക്ക് അറിയാതെ അവൾ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്നായിരുന്നു ചിന്തിക്കുന്നേ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഞാൻ അവളോട് പറയും, സോളി നമുക്ക് 2 ദിവസം വേണമെങ്കിൽ ആഹാരം പുറത്തുനിന്ന് മേടിക്കാം, പക്ഷെ പ്രയോറിറ്റി സാന്നിധ്യത്തിനാവും. 10,000 രൂപ പോട്ടെ, അല്ലെങ്കിൽ 25,000 പോട്ടെ, നീ പ്രയോറിറ്റി കർത്താവിന്റെ സാന്നിധ്യത്തിനാ കൊടുക്കുന്നതെങ്കിൽ അതിന് വിലയില്ലാതായി കാണാം. നീ ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചു, ആ സമയത്തിന് വേണ്ടിയിട്ടോ നീ അന്നത്തെ ആഹാരം മുഴുവൻ പണം കൊടുത്തു വാങ്ങി. പ്രയോറിറ്റി നീ സാന്നിധ്യത്തിനാ കൊടുക്കുന്നതെങ്കിൽ 10 ദിവസം വാങ്ങാനുള്ള ദൈവം ഒരുക്കാൻ തുടങ്ങും. പ്രയോറിറ്റി ചേഞ്ച് ആകട്ടെ, പ്രയോറിറ്റി മാറട്ടെ. എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ ആ വലിയ സാന്നിധ്യം അറിയാൻ കേട്ടോ. ചിലരുടെ പ്രയോറിറ്റി മാറുന്നു. മറ്റെന്തിനേക്കാൾ ഉപരി സാന്നിധ്യത്തിന് പ്രയോറിറ്റി വരട്ടെ. ആ കരം ഉയർത്തിയിട്ട് എന്നോടൊപ്പം ഒന്ന് പറയാവോ? യേശുവേ, മറ്റേതിനേക്കാൾ ഉപരി അങ്ങയുടെ സാന്നിധ്യത്തിന് ഇന്നു മുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കും. ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തെ സ്നേഹിക്കും. മറ്റേതിനേക്കാൾ ഉപരി അതിനോടൊപ്പം ഇരിക്കും. ഞാൻ രാത്രിയിൽ 1.5 മണിക്കൂർ പ്രാർത്ഥന സൂമിൽ വെച്ചത് എന്തിനാണെന്നറിയോ? 1/2 മണിക്കൂർ പോലും പ്രാർത്ഥിക്കാൻ ഇരിക്കാത്തവരുണ്ട് ഇതിനകത്ത്. എന്നാൽ 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയി ഒരു കൂട്ടത്തിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അത് ശീലമാകും. എനിക്കിങ്ങനെ ശീലം പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. എന്നെ ഇങ്ങനെ ഇരുത്തി ശീലിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. തനിയെ ശീലിച്ചത് ഇതെല്ലാം. ഞാൻ നിങ്ങളെ അങ്ങനെ ഒന്ന് ശീലിപ്പിക്കാൻ ശ്രമിക്കുമ്പോ അതിന്റെ അർത്ഥം നിങ്ങളുടെ പ്രയോറിറ്റിയെ വ്യത്യാസപ്പെടുത്തുവാൻ സ്വർഗത്തിന് ആഗ്രഹമുണ്ടെന്നാ. പ്രിയ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ചേ, ആ വലത്തെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് ഹൃദയത്തിൽ പരിശോധിച്ചേ. ഞാനൊരു മാർത്തയാണോ കർത്താവേ? ഞാൻ എൻ്റെ വീട്ടിൽ നിന്റെ സാന്നിധ്യത്തെ കൊണ്ടുവന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ ദൈവ സാന്നിധ്യത്തെ ആദ്യം അറിഞ്ഞത്, പക്ഷേ എൻ്റെ പ്രയോറിറ്റി മാറിപ്പോയിട്ടുണ്ടോ കർത്താവേ? ഞാൻ ആ നല്ല അംശം ഉപേക്ഷിച്ചിട്ടുണ്ടോ കർത്താവേ? ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി 25-ാം തീയതി ആരംഭ ദിവസം ഞാൻ മടങ്ങി വരുവാ കർത്താവേ. ഇന്നു മുതൽ എൻ്റെ പ്രയോറിറ്റി നിന്റെ സാന്നിധ്യമാപ്പാ. മറ്റേതിനേക്കാൾ പ്രയോറിറ്റി നിന്റെ സാന്നിധ്യമാപ്പാ. താങ്ക് യു ജീസസ്. ആരോ ഒരാളെന്നോട് ചോദിച്ചു, ബ്രദർ പണ്ടത്തെ പോലെ തടി വെച്ചല്ലോ എന്ന്. തടി വെച്ചത് ഒരു വിഷമമുള്ള കാര്യമാണ് എനിക്ക്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഞാൻ തടി വെച്ചെന്ന്? ഞാൻ ഏകദേശം 1.5 വർഷമായി ശരിക്കും ഉറങ്ങിയിട്ട്. ഒരു കാര്യം, ഒരു ദൈവിക അനുഭവത്തിലേക്ക് വരണം എന്നൊരു തീരുമാനത്തില്ല ഞാൻ. എന്നിട്ടേ ഉറങ്ങുന്നുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ചിലതിലേക്ക് കയറിയേ പറ്റൂ. ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം പോകുന്നത് 1 മണിക്കൂർ 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാനായിരുന്നു. ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് ഏകദേശം 1.5 വർഷമായി. അതാണ് തടി വെച്ചത്. എനിക്ക് വീട്ടിലൊരു ജിമ്മുണ്ട്. ഞാൻ 1.5 വർഷമായി വർക്കൗട്ട് ചെയ്തിട്ട്. എൻ്റെ ശരീരത്തിനേക്കാൾ നിങ്ങൾക്കറിയാം, എൻ്റെ എല്ലാ ഷർട്ടും ഞാൻ പഴയ ഷേപ്പിലേക്ക് വെട്ടിച്ചെറുതാക്കി. ഒറ്റ ഷർട്ട് ഇടാൻ ഒക്കത്തില്ല പോകും, എല്ലാം അതിനേക്കാൾ വലുതായി. ഞാൻ ചിന്തിച്ചു 4 ഷർട്ട് പുതിയത് മേടിച്ചാലും കുഴപ്പമില്ല, പ്രയോറിറ്റി കർത്താവിനായിരിക്കാം. അതുകൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്യത്തില്ലെന്നോ തടി കുറയ്ക്കത്തില്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞ കേട്ടോ. അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞേ. പക്ഷെ സങ്കടമില്ല, തടി വെച്ചു എന്നുള്ള ചിന്ത വരുന്നില്ല, അതെന്നെ ഭാരപ്പെടുത്തുന്നില്ല. എനിക്ക് കർത്താവിനോട് കൂടി ഇരിക്കാൻ പറ്റിയെന്ന് ഉറപ്പുണ്ട്. ഒരു പടി കൂടെ കയറി ചെല്ലാൻ പറ്റിയ ദൈവ സാന്നിധ്യത്തിലേക്കെന്ന് ഉറപ്പുണ്ട്.
അതുകൊണ്ട് തടി വെച്ചത് ഒരു ഭാരമായി തോന്നുന്നില്ല, Yes. സങ്കടം വരുന്നില്ല. Amen. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നു? ഞാൻ ആരുടെ അടുക്കിലേക്ക് ആണിപ്പാടുള്ളൊരു കൈ നീട്ടിയിട്ട് ഒരു സ്ഥലത്തുനിന്ന് പിടിച്ചു കയറ്റുന്ന യേശുവിനെ കാണാൻ എനിക്ക്. Amen. ചിലരെ യേശു കർത്താവ് ഇന്ന് അവിടെ നിന്ന് പിടിച്ചു കയറ്റുവാ. Yes. ഇതുവരെ കാണാത്ത ഒന്നിലേക്ക്, അനുഭവിക്കാത്ത ഒന്നിലേക്ക് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോകുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് കേട്ട ഓരോ ദൈവിക ആലോചനകളെയും ഏറ്റെടുത്താട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശമാകുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തോടൊപ്പമായിരുന്നാട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. സ്റ്റാലിൻ ജയകുമാർ. ഓക്കെ. ഇടയ്ക്കോട് എന്ന സ്ഥലത്ത് നിന്ന് ഈ ബ്രദർ വരുന്നത്. ഈ ബ്രദറിന് 3 വർഷം മുന്നേ ആക്സിഡന്റ് സംഭവിച്ചിട്ട് അതിനുശേഷം ഭയങ്കര നെഞ്ചുവേദന വരുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ. ഉറങ്ങാൻ സമയത്ത് അറ്റാക്ക് വരുന്നത് പോലെ ബ്രദറിന് തോന്നുമായിരുന്നു, വേദന എടുക്കുമായിരുന്നു. ഓക്കെ. അങ്ങനെ കഴിഞ്ഞ മിറക്കിൾ സൺഡേ ബ്രദറിനെ കണ്ടു പ്രാർത്ഥിച്ചു. ബ്രദർ അങ്ങോട്ട് തന്നെ ദൂത് പറഞ്ഞു, നിനക്കിങ്ങനെ നെഞ്ചുവേദനയുടെ പ്രോബ്ലം ഉണ്ട്, ഭയമാണെന്ന് പറഞ്ഞു. അന്ന് തന്നെ അത് മാറിപ്പോയെന്ന ബ്രദർ സാക്ഷ്യപ്പെട്ടു. എത്ര വർഷമായിട്ട് അങ്ങനെ വേദനയുണ്ടായിരുന്നു? 3 വർഷം ഉണ്ടായിരുന്നു. ഒരു ബൈക്ക് ആക്സിഡന്റ്, ഒരു ബൈക്ക് ഇങ്ങനെ കയറി ഇറങ്ങി. ഞാൻ വിളന്നിട്ട് കളിക്കുന്ന മുമ്പ് ബൈക്ക് ഇങ്ങനെ കയറിയായിരുന്നു. ഞാൻ മുടിഞ്ഞ് തീർന്നെന്ന് പറഞ്ഞിട്ട് പിള്ളേരെല്ലാം സ്കൂളിൽ നിന്നൊക്കെ മാറ്റി ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു. ഞാൻ അതിനുശേഷം പിന്നെ ഭയങ്കര നിരാശയായിരുന്നു. ഇത്രയും വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം തന്നെ പാസ്റ്റർ ഇവിടെ ആരാധനയ്ക്ക് വന്നതിന് ശേഷം അന്ന് തൊട്ട് ഒരു ഭയങ്കര ഒരു മാറ്റം എൻ്റെ ജീവിതത്തിലും എൻ്റെ വീട്ടിലും എൻ്റെ പിള്ളേരുടെ ലൈഫിലും ഭയങ്കര മാറ്റമായിരിക്കും. അത് പറയാൻ പറ്റുന്നില്ല എങ്ങനെയാണ് പറയുന്നത്. അതുപോലെ മാറ്റം ഉണ്ടായി. പിള്ളേരെ സ്കൂളിൽ ചേർത്തതെല്ലാം നിരാശ ഉണ്ട്, പക്ഷെ അതെല്ലാം മാറി. നിരാശ കൊണ്ടാ മാറ്റി. ഇവിടെ വന്നതിന് ശേഷം മുഴുവൻ ടോട്ടലി ചേഞ്ച് ആയി. ഭയങ്കര മാറ്റമായി. പറച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് അറിയാം വണ്ടിക്ക് എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു സെഷൻ കൂടെ ഉണ്ട് ബ്രദർ. 15 വർഷമായിട്ട് ഈ ബ്രദറിന് പൈൽസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. 15 വർഷം പന്നെ ഒരു അസുഖം. അത് ഭയങ്കര പാടുള്ള പ്രയാസമുള്ള കാര്യമാണ്. ഓക്കെ. യൂട്യൂബ് കണ്ടോണ്ടിരുന്നപ്പോൾ അതേ രോഗമുള്ള ഒരു വ്യക്തിക്ക് ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബ്രദർ പോയി ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ ബ്രദർ വിശ്വാസത്തോടെ അത് ഏറ്റെടുത്തു. പൂർണ്ണമായിട്ട് മാറിയെന്ന് സാക്ഷ്യപ്പെടുന്നു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ വിശ്വാസം അത്ഭുതങ്ങളെ ചെയ്യുന്നു പറഞ്ഞേ. അത്ഭുതങ്ങളെ ചെയ്യുന്നത് മുഴുവൻ നിങ്ങളുടെ വിശ്വാസമോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലവ് യു ബ്രദറെ. ഈ ആന്റിയുടെ പേര് സുധ എന്നാണ്. ബാൽഡോര എന്ന സ്ഥലത്ത് നിന്ന് ആന്റി വരുന്നത്. ഈ ആന്റിക്ക് കൊറോണ വന്നതിന് ശേഷം എന്ന് ശ്വാസമുട്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. രാത്രി ആകുമ്പോഴത്തേക്കും ഗുളിക കഴിച്ചില്ലെങ്കിൽ 12 മണി തൊട്ട് 1 മണി വരെ ആന്റി എണീറ്റിരിക്കുമായിരുന്നു. പിന്നെ ഗുളിക കഴിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ 3 മാസം മുന്നേ സോളി സിസ്റ്റർ മിറക്കിൾ സൺഡേ നോർമലിൽ പ്രെയർ ചെയ്യുന്ന സമയത്ത് രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആന്റി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ശ്വാസം മുട്ട് പൂർണ്ണമായിട്ട് മാറിയെന്ന്. അതുപോലെ തന്നെ ആന്റിക്ക് വെരിക്കോസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതും പൂർണ്ണമായിട്ട് മാറിയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വെരിക്കോസ് ഉണ്ടായിരുന്നു. എത്ര നാളായിട്ടുണ്ട് അത്? എനിക്ക് നെയ്ത്താണ് ജോലി. നെയ്ത്താണ്. അതിന്റെ ബുദ്ധിമുട്ടില് നെയ്ത്തെന്ന് പറഞ്ഞാൽ ഈ തുണി നെയ്ക്കുന്നത്. എവിടെ? ബാലരാമരം കൈത്തറി. താങ്ക് യു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു സിസ്റ്റർ പറഞ്ഞ് ആക്സിഡൻ്റായി. പിന്നെ അവര് പൂർണ്ണമായിട്ട് മാറിയോ? പൂർണ്ണമായിട്ട് മാറി. സന്തോഷമുള്ള കാര്യം. താങ്ക് യു. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. അവിടുത്തെ സന്ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവ് ഇവർ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ, രോഗത്തിന്മേൽ കർത്താവിൻ്റെ കൃപ ചലിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. നാളുകളായി പരിശ്രമിക്കുന്ന കാര്യങ്ങളിൽ ഇതുവരെയും വിടുതലില്ല എന്ന് പറയുന്നിടത്ത് യേശുവേ നിൻ്റെ അത്ഭുത കരം ചലിക്കണം. അപ്പാ കർത്താവെ, ഒരു നിമിഷം ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, അമിതമായിട്ട് വണ്ണം വെക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയെ അതേപോലെ തൻ്റെ ശരീരത്തിൽ കൊച്ചു കൊച്ചു മുഴകൾ വരുന്നത് കാണാം.
കാണുന്ന ഭാഗത്തും കാണാത്ത ഭാഗത്തും മുഖത്തിൻ്റെ സൈഡിലൊക്കെ മുഴകളുള്ളത് കാണാം. സർജറി ചെയ്തിട്ട് പോലും അതിന് മാറ്റമുണ്ടാകുന്നില്ല. ഒത്തിരി ഭാരത്തോടെയാണ് ആയിരിക്കുന്നത്. പല ഭാഗത്തും എടുത്തു കളഞ്ഞു, പക്ഷേ മുഴകൾ പിന്നെയും ശരീരത്തുണ്ടാകുകയാണ്. കർത്താവേ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യമപ്പാ ആ വ്യക്തിയുടെ മേലുണ്ടാകട്ടെ അപ്പോൾ, ആ വ്യക്തിയുടെ മേലുണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ അത്ഭുത കരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുത കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ യേശുവേ അപ്പാ സാന്നിധ്യത്തിൻ്റെ ഒരു നിറവുണ്ടാകണമപ്പാ, സാന്നിധ്യത്തിൻ്റെ ഒരു നിറവുണ്ടാകണമപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ആ വ്യക്തി ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന അനുഭവത്തിൽ നിന്നും കർത്താവ് ചില വാതിലുകൾ ഓപ്പൺ ചെയ്യുന്നത് കാണാം. ഹല്ലേലൂയ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന യേശുവേ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ അത്ഭുത കരങ്ങൾ ചലിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും നിറവിലുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.